Hello buddies, welcome back and this is me. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ കൂലി തലേവർ 171 ടീസർ അങ്ങനെ ടൈറ്റിൽ ടീസർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ റിയാക്ഷൻ ആ വീഡിയോ ആണ്. അതിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോ പറയും. അപ്പോൾ നമുക്ക് താമസിപ്പിക്കേണ്ട നേരെ വീഡിയോ ഇട്ടാം. അപ്പോൾ ഗൈസ് നമുക്കപ്പോൾ കണ്ടു നോക്കാം. സൺ പിക്ചേഴ്സ് ബിസ്ക്കറ്റ് സ്വർണം ഗോൾഡ് വാച്ച്. சொல்லு. ஒருத்தன் போர்ட் செக்ரட்டரியில் ரீச் பண்ணிட்டு உள்ள வந்துட்டு இருக்கான். பொருள்லாம் பார்த்துக்கலாம். എൻട്രി ആയിരിക്കും. അപ്പോൾ அப்பாவும் தாத்தாவும் வந்தார்கள் போனார்கள். தப்பென்ன சரியென்ன எப்போதும் விளையாடு. அட பாவி என்பார்கள், தப்பாக நினைக்காத. எப்பாதே போனாலும் இன்பத்தை தள்ளாது. சுகமுண்டு, மது உண்டு, மாது உண்டு, மனம் உண்டு என்றால சொர்க்கத்தில் இடம் உண்டு. போடா. என்னடா நடக்குதுன்னா ஒருத்தன் கூட ஃபோன் எடுக்க மாட்டேங்க. உள்ள வந்து முடிச்சிங்களா இல்லையா? முடிச்சிடலாமா? മാസ് ഒരു രക്ഷയില്ല രജനി. അദ്ദേഹത്തിൻ്റെ മാസ് ഫൈറ്റ്, മാസ് ഡയലോഗ്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ചിരി എല്ലാം ഇതിലുണ്ട്. അപ്പോൾ മൂവി വരുമ്പോൾ എന്തുകൊണ്ടും പവറേജ് ആയിരിക്കുമെന്ന് നമുക്കതിൽ ഒരു സംശയമില്ല. ലോകേഷ് ഡയറക്ടർ ആണ്. ഞാൻ പറഞ്ഞായിരുന്നു ലോകേഷാണ് ഇതിൻ്റെ ഡയറക്ടർ. എന്തായാലും ഒരു മാസ് മൂവി ആയിരിക്കാനാണ് ചാൻസ്. മ്യൂസിക് നമ്മൾ കണ്ടായിരുന്നു, അനിരുദ്ധാണ്. മ്യൂസിക്കിൻ്റെ വശത്തേക്ക് വരുമ്പോൾ മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മുടെ 1983 നമ്മുടെ രജനീകാന്തിൻ്റെ പഴയ ഒരു ഓൾഡ് മൂവിയുണ്ട്, തങ്കമകൻ എന്ന് പറയുന്നത്. ഇത്തിരി ഫേമസ് മൂവി ആയിരുന്നു. അതിലെ ഡിസ്കോ എന്ന് പറയുന്ന ഒരു ഫേമസ് സോങ് ഉണ്ട്. ആ സോങ്ങിൻ്റെ റീക്രിയേഷനാണ് ഈ സിനിമയിൽ വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത്, നമ്മൾ കണ്ട ഇതിലൊരു സീനുണ്ട്. ആ സീനൊക്കെ ഇവിടെ ഒന്ന് കാണിക്കാം. சோறுண்டு, சுகமுண்டு, மது உண்டு, மாது உண்டு, மனம் உண்டு என்றால சொர்க்கத்தில் இடம் உண்டு. போடா. സീൻ എന്ന് പറയുമ്പോൾ രജനീകാന്തിൻ്റെ ഇതും ഒരു പഴയ ഒരു മൂവി എടുത്ത സീക്വൻസ് ആണ്. എന്ന് പറയുമ്പോൾ സീക്വൻസ് അല്ല, ഡയലോഗാണ്. എന്ന് പറയുമ്പോൾ രജനീകാന്തിൻ്റെ പഴയ ഒരു മൂവി ഉണ്ട്, രംഗ എന്ന് പറയുന്നത്. ആ മൂവിയിൽ നിന്ന് എടുത്ത ഡയലോഗാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ഈ ടീസർ സ്റ്റാർട്ട് ചെയ്ത ഒരു ഷിപ്പ് യാർഡിൽ നിന്നാണല്ലേ. ആ ഒരു ഷിപ്പ് യാർഡിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കാണിച്ച സീക്വൻസ് എന്തായിരുന്നു? ഒരു ഗോൾഡ് ബിസ്ക്കറ്റ്, ഒരു ഗോൾഡ് ബാങ്കിൾ, ഗോൾഡ് വാച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി പിന്നെ അതിന് പുറമെ ആയിട്ട് ആ ഒരു ഏത് കാണിച്ചത്, ഇപ്പോൾ സൺ സൺ ടി വി അങ്ങനെ എന്തോ ഏത് കാണിച്ചില്ലേ, അത് എഴുതി കാണിച്ചത് ഒരു ഗോൾഡ് ഫോണ്ടിലാണ്. ഇപ്പോൾ അനിരുദ്ധാണ് മ്യൂസിക് എന്നൊക്കെ കാണിച്ചത് എങ്ങനെയായിരുന്നു? ഒരു ഗോൾഡ് ഫോണ്ടിലായിരുന്നു എഴുതി കാണിച്ചിരുന്നത്.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സിനിമ, ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, സിമ്പിൾ കാര്യമാണ്. ഈ സിനിമ ഒരു ബോർഡ് കച്ചവടം ബേസ് ചെയ്തുള്ള ഒരു സിനിമ ആയിരിക്കാനാണ് ചാൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ ടീസർ. അപ്പോൾ മൂവി ഇറങ്ങുമ്പോഴും കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് ഗൈസ്, വെയിറ്റിംഗ്. അപ്പോൾ രജനി ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ടെക് ഇഷ്ടപ്പെടുന്നവരും മൂവി റിവ്യൂസ് ഇഷ്ടപ്പെടുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ ഒന്നും പറയാനില്ല. ദിസ് ഈസ് മധു സൈനിങ് ഓഫ്. Pain I felt is paid for, all is said and done.